ഏവർക്കും ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയോ അത്താഴമായോ കഴിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി വെറൈറ്റി ഡിഷാണ് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. ഇഡ്ഡലി ദോശ കഴിച്ചു മടുത്തവർക്ക് ഇഡ്ഡലി മാവ് കൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വാദായ ഒരു ഡിഷാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഇതാ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള, പച്ചമുളക് ഇത്രയും ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. മുട്ട നന്നായി മിക്സ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മുട്ട നല്ല മിക്സായി പതഞ്ഞു വരണം. ഈ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം. മുട്ട നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഡ്ഡലി മാവ് ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി മാവ് നേരത്തെ തയ്യാറാക്കി വെച്ചതാണ്. ആ മാവ് തന്നെ നമ്മൾ ഇഡ്ഡലി തയ്യാറാക്കി ബാക്കി വന്ന മാവായാലും മതിയാകും. മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഇവിടെ മാവ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി. അതിനായി ഇവിടെ ഇതാ ഉണ്ണിയപ്പ അച്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലെണ്ണ നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നിറച്ച് മാവ് ഒഴിക്കാനായി പാടില്ല. 1/4 ഭാഗം മാവാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ എല്ലാത്തിലേക്കും മാവ് ഒഴിച്ചു കൊടുക്കാം. മുകൾ വശം വെന്ത് വരുമ്പോഴേക്കും ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. എന്നാലേ അതിൻ്റെ ഉൾവശം നന്നായി വെന്ത് വരികയുള്ളൂ. സവാളയും പച്ചമുളകും നന്നായി വെന്ത് കിട്ടണം. അതിനാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ എല്ലാം മറിച്ചിട്ട് കൊടുക്കാം. ഇതാ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറുവശവും നന്നായി വെന്ത് വരട്ടെ. 10 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ മറുവശവും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ പാത്രത്തിലേക്ക് മാറ്റാം. വളരെ രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ ബാക്കി എല്ലാ മാവും ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിലും മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതാ ഇതും വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെയും പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ രുചികരമായ മുട്ടയും ഇഡ്ഡലി മാവും കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഏതാ തക്കാളി കൊണ്ടുള്ള ചട്നിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. തക്കാളി ചട്നിയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും കോമ്പിനേഷൻ ആയിട്ടുള്ളത്. എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്യുക. അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.